തിരുമല അനിലിന്റേത് ബി.ജെ.പി. നേതൃത്വം കാരണമുള്ള ആദ്യത്തെ ആത്മഹത്യയല്ല എന്ന വെളിപ്പെടുത്തലുമായി മുൻ ബി.ജെ.പി. വക്താവ് സന്ദീപ് വാര്യർ. 2021 ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ വാടകയായ 10 ലക്ഷം രൂപ നൽകാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത സൗണ്ട് കുഞ്ഞുമോനാണ് ആദ്യത്തെ ഇരയെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. മറ്റൊരാൾ കൂടി ആത്മഹത്യയുടെ വക്കിലുണ്ടെന്നും സന്ദീപിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ഫോൺ കോൾ രേഖകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. ബി.ജെ.പി. നേതൃത്വം കാരണം ഇതിനു മുൻപ് ആത്മഹത്യ ചെയ്തവരുടെ വിവരങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയാണ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയത്. സന്ദീപ് വാര്യർ ബി.ജെ.പി. വക്താവായി പ്രവർത്തിച്ചിരുന്ന കാലത്തെ കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. 2021 ബി.ജെ.പിക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയതിന്റെ പേരിൽ 10 ലക്ഷം രൂപ അന്നത്തെ ജില്ലാ നേതൃത്വം നൽകാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സൗണ്ട്സ് കുഞ്ഞുമോനാണ് ആദ്യത്തെ ഇര. മറ്റൊരാൾ കൂടി ആത്മഹത്യയുടെ വക്കിലുണ്ട്. ബി.ജെ.പിക്ക് വേണ്ടി പ്രിന്റിംഗ് വർക്ക് നടത്തിയതിന് കിട്ടാനുള്ള 25 ലക്ഷം രൂപ നൽകാതെ വഞ്ചിക്കപ്പെട്ട ഒരാൾ. പ്രാന്തപ്രചാരകനോടടക്കം പലതവണ പറഞ്ഞിട്ടും ആ മനുഷ്യന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് സന്ദീപ് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ബി.ജെ.പി. ജില്ലാ സംസ്ഥാന നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുന്ന ഘട്ടത്തിലാണ് സന്ദീപിന്റെ വെളിപ്പെടുത്തലുകൾ എന്നതും ശ്രദ്ധേയമാണ്. പ്രവർത്തകരെ നേതൃത്വം കൊലയ്ക്ക് കൊടുക്കുന്നു എന്ന തരത്തിലാണ് ബി.ജെ.പി. അനുഭാവികൾ പോലും ഇതിനോട് പ്രതികരിക്കുന്നത്. അതേസമയം തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ബി.ജെ.പി. ജില്ലാ സംസ്ഥാന നേതൃത്വമാണെന്ന ആക്ഷേപങ്ങൾക്ക് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. അനിൽകുമാറിന്റെ ഫോൺ കോൾ രേഖകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഫോൺ കോൾ രേഖകൾ ലഭ്യമാക്കുന്നതിനായി പോലീസ് അപേക്ഷ നൽകി. അനിൽകുമാറിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിക്കും. അനിൽകുമാർ പ്രസിഡന്റായ സഹകരണ സംഘത്തിന്റെ രേഖകൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു. ഭാര്യ അടക്കമുള്ള ബന്ധുക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.